അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കൂട്ടുകാരെ, സർഗവസന്തത്തിന്റെ കുളിർക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന SSFന്റെ സാഹിത്യോത്സവിന്റെ വേദിയിൽ ആദരവായ മുത്തുനബിയുടെ ഒരു കൊച്ചു കഥ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങകലെ മക്കയിൽ നടന്ന ഒരു കഥയാണിത്. യമനിലെ സുബൈദ് ഗോത്രത്തിലെ ഒരു യുവ കർഷകൻ 3 മുന്തിയ ഒട്ടകങ്ങളുമായി ചന്തയിലെത്തിയതാണ്. ലക്ഷണമൊത്ത ഒട്ടകങ്ങൾ ചൂട്ടപ്പം പോലെ ചിലവാകുന്ന അനുഭവമാണ് അയാൾക്കുള്ളത്. ഇന്നെന്തു പറ്റി? രാവിലെ ഒരാൾ വില പറഞ്ഞു പോയതാണ്. പിന്നെ ഉച്ചയായി, സന്ധ്യയായി, ചന്ത അവസാനിക്കാനായി ഒരാൾ പോലും ഇങ്ങോട്ട് വരുന്നില്ല. ചാവാലി മൃഗങ്ങൾ പോലും വിറ്റുപോകുന്ന ചന്തയിൽ തൻ്റെതിന് മാത്രമെന്താ ഈ ഗതി? അയാൾ അസ്വസ്ഥനായി. രാവിലത്തെ അയാൾ മാർക്കറ്റ് വിലയുടെ 1/3 വില പറഞ്ഞത്. വല്ല കൂടോത്രവും പറ്റിയോ? ചന്തക്കൂലി കൊടുക്കാൻ പോലും കാശില്ലാതെ ആ കർഷക യുവാവ് സന്ധ്യ ഭയന്നു. അയാൾ ചന്തയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒതുങ്ങി. ഒട്ടകങ്ങൾക്ക് കാൽ തലയിട്ടു, പുല്ലിട്ട് കൊടുത്തു. മന്ത്രവാദികളെ സമീപിക്കാം, കണ്ണു പറ്റിയതാണെങ്കിൽ അതിന് പരിഹാരം ചെയ്യാം. അയാൾ മറ്റൊരു കച്ചവടക്കാരെ സമീപിച്ച് വിവരം പറഞ്ഞു. ഇത് കണ്ണേറോ കൂടോത്രമൊന്നുമല്ല. ഇന്ന് രാവിലെ നിങ്ങൾ ഒട്ടകത്തിന് വില പറഞ്ഞത് അബുൽ അക്കമാണ്. അയാൾ പറഞ്ഞ വിലക്ക് മുകളിൽ ഈ ചന്തയിലുള്ള ഒരാൾ പോലും വില പറയുകയില്ല. വില പറഞ്ഞാൽ ആ വിലയും ആ മൃഗവും നഷ്ടപ്പെട്ടത് തന്നെ. ചുളിയിൽ തൻ്റെ ചരക്കുകളെ കൈക്കലാക്കാനുള്ള മാർഗമായിരുന്നു അയാളുടേത്. തടി കട ഉണ്ടെങ്കിൽ അയാൾ പറഞ്ഞ വിലക്ക് നൽകുന്നതാണ് നല്ലത്, അയാൾ ഉപദേശിച്ചു. 1 വർഷത്തെ അധ്വാനമാണ്, 100 കൂട്ടം ആവശ്യങ്ങൾ മനസ്സിൽ വെച്ചാണ് ഇവിടെ എത്തിയത്. അതെല്ലാം ഇവിടെ വീണുടെയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഒരു ചെറിയൊരു വില വാങ്ങി നല്ല വിലക്ക് വിൽക്കുന്ന ചെറുകിട കർഷകനാണ് അയാൾ. എൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള ഇവകളെ ഞാൻ വെറുതെ കൊടുക്കുന്നതല്ല. അയാൾ കഅബ പരിസരത്തേക്ക് നീങ്ങി 2 കൈകളും വായുടെ ഇരുഭാഗത്തേക്കും വെച്ചുകൊണ്ട് ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. ഖുറൈശികളെ, ഇവിടത്തേക്ക് എങ്ങനെ ഉരുപ്പടികളെത്തും? ഈ രാജ്യത്തിൽ നിന്ന് എങ്ങനെ വസ്തുക്കൾ വാങ്ങും? വ്യാപാരം വളരണമെങ്കിൽ സുരക്ഷിത വേണ്ടേ? ആദ്യം നാനാ ദിക്കുകളിൽ നിന്ന് ജനം അയാളെ നോക്കി. അല്പനേരം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പോയി. കാരണം അവർക്കെല്ലാം അറിയാമായിരുന്നു ഇത് അബുൽ അക്കമിൻ്റെ പണിയാണെന്ന്. ആരും ശ്രദ്ധിക്കാതായതുകൊണ്ട് അവിടുന്ന് കരഞ്ഞ് പരക്കം പാഞ്ഞു. പെട്ടെന്ന് ചന്തയുടെ ഒരറ്റത്തെ മൂലയിൽ നിന്ന് നേതാവിന് മുമ്പിൽ ജനം കൂട്ടം കൂടി നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അനുസരണ അനുയായികൾ എന്തോ നിരീക്ഷണത്തിലാണ്. കൂട്ടുകാരെ, ആ നേതാവ് ആരാണെന്നറിയുമോ? മുത്തുനബിയാണ്. ഈ മുത്തുനബിയാണെന്ന വിവരം ഈ കർഷകന് അറിയില്ല കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് തൻ്റെ ദൈന്യത പറഞ്ഞു. ഞാൻ യമനിൽ നിന്ന് വരുന്ന കർഷകനാണ്. മാസം യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. ഇവിടെയുള്ള ഒരു നേതാവ് എൻ്റെ ചരക്കിനെ മുടക്ക ചരക്കാക്കി. അയാൾ പറഞ്ഞു നിർത്തി. നിങ്ങളുടെ ഒട്ടകങ്ങൾ എവിടെ? നമുക്ക് അങ്ങോട്ട് പോകാം, തിരുനബി ചോദിച്ചു. അങ്ങനെ നേതാവ് അനുയായികളെയും കൂട്ടി ഒട്ടകമുള്ള സ്ഥലത്തെത്തി. ലക്ഷണമൊത്ത ഒട്ടകം എന്ത് വില കിട്ടണം? തിരുനബി ചോദിച്ചു. ന്യായ വില കിട്ടണം. അതിനു തന്നെ ന്യായവില എത്രയാ? 100 പണം. 90 ആയാലോ? വിൽക്കാം, തൃപ്തിയാണ്. എന്നാൽ ഞാൻ ഇതിനെ 3ന് 100 പണത്തിൽ തന്നെ. പക്ഷേ പണം അല്പം താമസിച്ചേ തരൂ. എന്താ, പറ്റുമോ? എനിക്ക് സമ്മതം. അങ്ങനെ 3ൻ്റെയും ജീന് പൊട്ടിച്ച് നേതാവിന് നൽകി. ജീനേറ്റു വാങ്ങിയ തിരുനബി കഅബ പരിസരത്തിന്റെ നടുവിലെത്തിക്കൊണ്ട് വിളിച്ചു പറയാൻ തുടങ്ങി. ലക്ഷണമൊത്ത ഒട്ടകമുണ്ട്, ആവശ്യക്കാരുണ്ടോ? നല്ല ഉരുപ്പടികളാണ്. ആവശ്യക്കാർ ഓരോന്നായി വരാൻ തുടങ്ങി. അതുവരെ അവർ അബുൽ അക്കമിനെ ഭയന്ന് മാറി നിൽക്കുകയായിരുന്നു. ഒട്ടകങ്ങളെ ഓരോന്നായി വിറ്റുപോയി. കർഷകന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പണമെണ്ണി വടിയിൽ വെച്ച് തവാഫിനായി കഅബയിലേക്ക് നീങ്ങി. നേതാവ് ലാഭവീതവുമായി സ്വഫാ കുന്നിന്റെ അപ്പുറത്തുള്ള അബ്ദുൽ മുത്തലിബ് എന്ന ആളിലേക്ക് ചെന്ന് അവിടെയുള്ള വിധവകൾക്കെല്ലാം പണം വീതിച്ചു നൽകി. അല്പനേരം കഴിഞ്ഞപ്പോൾ നേതാവ് അബൂ ജഹലിനെ കണ്ടു. അവന് ശക്തമായ ജാളിബ്യമുണ്ടായി. ഓ അബുൽ അക്കം, ആരെയും വേദനിപ്പിക്കരുത്. നോക്കൂ കൂട്ടുകാരെ, എല്ലാ സമയവും മറ്റുള്ളവരുടെ വേദനകൾ അറിയാനും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയണം. ആരെയും വേദനിപ്പിക്കരുത്. മുത്തുനബിയാണ് നമ്മുടെ മാതൃക. മുത്തുനബിയിലേക്ക് ഏറ്റവും അടുക്കാനുള്ള മാർഗം എന്താണെന്നറിയുമോ? അത് അവിടത്തേക്കുള്ള സലാത്താണ്. നമുക്കൊരുമിച്ച് സലാത്ത് ചൊല്ലിയാലോ? സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്,
മണ്ണിലെത്തുന്നേരത്ത് കൈവേടിയല്ലേ യാ നബി, മൗത്തിനെത്തും ഉമ്മത്തി എന്നോരത്തോരാണെൻ്റെ വാരിധി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.